സിപിഎമ്മിന്റെ സമരത്തിൽ പങ്കെടുത്തില്ല എന്നാരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തൊഴിൽ നിഷേധിച്ചതായി പരാതി. കണ്ണൂർ പേരാവൂരിലാണ് സംഭവം. മുരിങ്ങോടി വനവാസി കോളനിയിലെ ലക്ഷ്മിക്കാണ് തൊഴിൽ നിഷേധിക്കപ്പെട്ടത്. കണ്ണൂരിൽ സിപിഎം സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാണ് തൊഴിൽ നിഷേധിച്ചത്. പണിക്കെത്തിയ ലക്ഷ്മിയെ ഇതിന്റെ പേരിൽ തിരിച്ചയച്ചതായും ആക്ഷേപമുണ്ട്. എന്നിട്ട് നമ്മൾ പോകുമ്പോൾ ഞമ്മക്ക് പണിയില്ല പൊങ്ങച്ച കൂട്ടിക്ക് സമരത്തിന് പോയാലേ പണി തരുമെന്ന് പറയുന്നു അല്ലേ? സമരത്തിന് നീ വന്നിട്ടില്ല, ഇന്ന് പണി എടുക്കണ്ട അങ്ങനെ പറഞ്ഞല്ലേ? അങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പാട് ഞാൻ എന്റെ 3 പണിന്റെ കണക്കും കൊടുത്തു. 3 പണീന്റെ കണക്കല്ലേ? സമരത്തിന് പോകാത്തവര് പോണ്ടാന്നല്ലേ? പണിയെടുക്കണ്ടെന്നല്ലേ? ഇന്നെടുക്കണ്ടെന്നല്ലേ? തീരുമാനം വന്നിട്ട് സമരത്തിന് പോയി കഴിഞ്ഞാൽ അവര് മാത്രം പണിക്ക് വന്നാൽ മതി എന്നാ പറഞ്ഞു. അതെ, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ തിരിച്ചുവിട്ടെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മേലെ നിർദ്ദേശം കിട്ടിയിന്? ഇല്ല, ഇവിടെ തൊഴിലാളികൾ എല്ലാവരും കൂടി എടുക്കാം. തൊഴിലാളികൾ ഇത് ഒരു പാർട്ടിയെ രാഷ്ട്രീയപരമായിട്ട് കൊടുക്കുന്ന തൊഴിലുറപ്പല്ലല്ലോ, നമ്മൾ മൊത്തത്തിലുള്ള ആൾക്കാർക്ക് വരുന്നതല്ലേ. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക? അത് അങ്ങനെ, അതുകൊണ്ട് എല്ലാരും പറഞ്ഞു. പിന്നെ അങ്ങനെ അതുകൊണ്ട് കുറെ ആൾക്കാർ 42 പണിയേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നുകൊണ്ട് പണി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ 42 പണി ആയതുകൊണ്ട് ഇന്നലെ തൊഴിലുറപ്പ് സമരത്തിന് വരാത്ത ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പണി കൊടുത്തു. അപ്പൊ ഉഷേത്ത് പണി എടുത്തില്ല? തൊഴിലാളിയായി ഇന്നലെ സമരത്തിന് വന്നിട്ടില്ലല്ലോ? ഇല്ല, അല്ല, ഓരോരുത്തർ ഉടമാകുന്ന രീതിയിലാണ് നമ്മളെടുത്ത്. അപ്പൊ ഇന്ന് ഒഴിവാക്കാനുള്ള കാരണം ഇത് തന്നെയാണ്, സമരത്തിന് വരാത്ത കാരണം തന്നെയല്ലേ? സമരത്തിൽ ഓരോ 3 ദിവസം 4 ദിവസം ഈ മസ്റ്റോട് പണിക്ക് വന്നിട്ടേ ഇല്ല. അല്ല, അങ്ങനെയല്ല, ഇന്ന് വന്നിട്ട് തിരിച്ചേക്കാനുള്ള കാരണം ഇതല്ലേ? മറ്റേ ഇന്നലത്തെ സമരത്തിൽ അത് ഓരോ ഒന്നാമത് 3-4 ദിവസമായിട്ട് പണിക്കും വന്നിട്ടേ ഇല്ല. മസ്റ്റോടിന് കുറച്ചാളെ പണിയുള്ളൂ. അത് മാത്രമല്ല, ഞാൻ അങ്ങനെയല്ലേ ചോദിച്ചത്, ഓരോ വന്നിട്ട് തിരിച്ചേക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നലത്തെ സമരത്തിന് വരാത്ത നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ. അത് തന്നെയല്ലേ, കൺഫേം അല്ല? അത് തന്നെയല്ല റീസൺ? അത് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ചെയ്യുന്നതല്ല. ഇത് അതെ, അത് ശരി. ഓക്കെ, അപ്പൊ 42 ഞാൻ പറയട്ടെ, ഇത് 42 പണിയാണ് ഉണ്ടായി നമുക്ക് ഓൾറെഡി ഉള്ളത്. ഇന്നത്തെ മസ്റ്റോട് 42 പണിയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അന്ന് നമ്മൾ ലാസ്റ്റ് ദിവസം വന്നത് 49 ആള് പണിക്കുണ്ടായിരുന്നു. അപ്പൊ 49 ആള് നമുക്കിവിടെ പണി എടുക്കാനില്ല. അപ്പൊ 42 ആള് അത് ആരും തിന്നാറൊന്നുമില്ല. അപ്പൊ എന്തായാലും പറഞ്ഞ സമരത്തിന് നമുക്ക് പോകുന്നവർക്ക് മാത്രം എടുക്കാവുന്ന രീതിയിലാണ് നമ്മള് നേറ്റുമാറി അങ്ങനെയല്ല, തൊഴിലാളികൾ എല്ലാവരും അങ്ങനെ തീരുമാനിച്ചതാണ്. അപ്പൊ അന്ന് സമരത്തിന് പോകുന്നവർ മാത്രം എന്നാ പണിയെടുക്കട്ടെ എന്ന രീതിയിൽ പണിയും കുറവല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഉഷേഷിന് ഇവിടെ ഓരോന്ന് ഇവിടുത്തെ പണിയാക്കിയത്. അതുകൊണ്ട് ഉഷേഷിന് അങ്ങനെ ഒരു പരിഗണന നമ്മൾ നൽകിയതല്ല. ഒരു കോളനിയിലുള്ള ഒരു അമ്മേനെയാണ്, ഒരു സഹോദരിനെയാണ് നിങ്ങൾ ഇന്ന് പണിയില്ലാന്ന് ഒഴിവാക്കി വിട്ടത്. അതെ, അത് നമുക്കറിയാം. പക്ഷെ പ്രത്യാഘാതം എന്തായിരിക്കും നിങ്ങൾക്ക് ഏകദേശം അറിയാലോ. ഞാനും ഉണ്ട്. പ്രസീബ്